അമേരിക്കയുടെ എക്കാലത്തെയും സ്വർണ്ണശേഖരം തുറക്കുകയാണോ? അരനൂറ്റാണ്ടോളം തുറക്കാതെയിരുന്ന ശേഖരണത്തിൽ അളവ് കുറവുണ്ടോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎസിൻ്റെ ഔദ്യോഗിക സ്വർണ്ണശേഖരം തുറന്ന് കണക്കെടുക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട്. യുഎസിലെ കെൻറ്റക്കി കൗണ്ടിയിലെ ഫോർട്ട് നോക്സിലുള്ള ഈ നിലവറയിൽ ഏകദേശം $425 ബില്യൺ 37.5 ലക്ഷം കോടി രൂപയുടെ സ്വർണ്ണമുണ്ട് എന്നാണ് കണക്ക്. വ്യവസായിയും US ഗവൺമെൻറ്റിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ഒഫിഷ്യൻസിയുടെ അഥവാ DOGE മേധാവിയുമായ ഇലോൺ മസ്ക് ആയിരിക്കും കണക്കെടുപ്പിന് നേതൃത്വം നൽകുക. കണക്കെടുപ്പിൻ്റെ ലൈവ് ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കും. 100,000-ലധികം ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ട് നോക്സിന് രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ വലയം തന്നെയുണ്ട്. 1936 ഫോർട്ട് നോക്സിൽ യുഎസിൻ്റെ ആർമി ക്യാമ്പും നിലവറയും സ്ഥാപിക്കുന്നത്. US ആർമിയുടെ പരിശീലനവും വിവിധ ക്യാമ്പുകളും 80 വർഷമായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നു. നിലവിൽ അമേരിക്കയുടെ സ്വർണ്ണശേഖരത്തിലെ കണക്കെടുപ്പ് മാത്രമാണോ ട്രംപ് നടത്തുന്നത് എന്ന ചോദ്യത്തിന് അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ട്രംപും മസ്കും ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ പുനർമൂല്യം നടത്താനാണ്. ഒരു രാജ്യത്തിന് സ്വന്തമായുള്ള സ്വർണത്തിന്റെ വില പുതുക്കി കണക്കാക്കുന്ന ഒരു പ്രക്രിയയാണ് ഗോൾഡ് റീവാലുവേഷൻ. സ്വർണ്ണവില ഉയരുമ്പോഴോ രാജ്യത്തിൻ്റെ കറൻസി മൂല്യം കുറയുന്ന അവസ്ഥയിലോ അല്ല എങ്കിൽ രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടാൻ വേണ്ടിയും ഗോൾഡ് റീവാലുവേഷൻ നടത്തും. അമേരിക്കയുടെ ദേശീയ കടബാധ്യത രൂക്ഷമാകുന്നത് രാജ്യത്തെ സാമ്പത്തിക ഭാവിയെ സംബന്ധിച്ച് ആശങ്ക ഉണർത്തിയിരിക്കുകയാണ്. അതേസമയം ഡോളറിൻ്റെ ആഗോള ആധിപത്യത്തിൽ ചലനമുണ്ടാക്കുന്ന ബ്രിക്സ് രാജ്യങ്ങൾ സ്വർണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമീപനം സ്വീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണത്തിൻ്റെ മൂല്യത്തെ പുനഃപരിശോധിക്കാനും അതിനെ സാമ്പത്തിക സ്രോതസ്സായി ഉപയോഗിക്കാനും അമേരിക്ക തയ്യാറാവുകയാണോ എന്നതാണ് വലിയ ചോദ്യമായി വരുന്നത്. സ്വർണ്ണ സംഭരണി തുറക്കുന്നത് ഡോളറിൻ്റെ മൂല്യം, മുദ്രാനയങ്ങൾ, ബിറ്റ്കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളുടെ ഭാവി എന്നിവയെ ബാധിക്കാനും ഇടയുണ്ട്. സ്വർണ്ണവിലയിലും ഈ നീക്കം പ്രതിഫലിക്കും. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.